ചാൾസ് ശോഭരാജ്. ഈ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. അത് കേൾക്കുന്നത് ന്യൂസിലോ വേറെ ഒരിടത്തുമല്ല, ഒരു സിനിമയിലെ ഒരു ഡയലോഗിൽ നിന്നാണ് ഞാൻ അത് കേൾക്കുന്നത്. അത് ഇതായിരുന്നു ആ ഡയലോഗ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല, എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾസ് ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇതേതോ ബോംബെ അണ്ടർവേൾഡ് ഡോണോ അങ്ങനെ വല്ല ഗുണ്ടയോ അങ്ങനത്തെ ഏതെങ്കിലും കൂടിയ ആളായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് ഒരു പുതിയ സിനിമ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദി മൂവി ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സിൻഡെ എന്ന് പറഞ്ഞായിരുന്നു നെറ്റ്ഫ്ലിക്സിലെ ആ മൂവിയുടെ പേര്. സോ ആ സിനിമ കണ്ടപ്പോൾ അതിലെ മെയിൻ വില്ലൻ ഈ ചാൾസ് ശോഭരാജിനെ ബേസ് ചെയ്തിട്ടുള്ള വില്ലനായിരുന്നു. അപ്പൊ ബേസിക്കലി ആ ചാൾസ് ശോഭരാജ് തന്നെയായിരുന്നു, പക്ഷെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻസ്പെക്ടർ സിൻഡെ എന്ന് വെച്ചാൽ ഞാൻ പോയി കുറച്ച് റിസർച്ച് ചെയ്തു. പുള്ളി റിയൽ ലൈഫിൽ ഈ ചാൾസ് ശോഭരാജിനെ 2 പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പിടിച്ചു, ജയിലിലാക്കി, പിന്നെ ജയിലിൽ ചാടിയപ്പോൾ പിന്നെയും പിടിച്ചു, അങ്ങനെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ശരിക്കും ആ ഇൻസ്പെക്ടർ സിൻഡെക്കാട്ടിലും ചാൾസ് ശോഭരാജ് എന്നുള്ള ഒരു ആളെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ, ക്രിമിനൽ ആണ്, അപ്പം എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ അടുത്ത ദിവസം വേറൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു ഹിന്ദി സീരീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കേട്ടു ഈ വർഷത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിന്ദി സീരീസ് എന്ന് പറയുന്ന ബ്ലാക്ക് വാറന്റ് എന്ന് പറയുന്ന സീരീസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണാൻ തുടങ്ങി. അതിലുമുണ്ട് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. സോ ഈ ബ്ലാക്ക് വാറന്റ് എന്ന് പറയുന്ന സീരീസ് നമ്മുടെ തിഹാർ ജയിലിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു പുതിയതായിട്ട് വരുന്ന പോലീസ് ഓഫീസറിന്റെ ഐസിലൂടെ POVയിലൂടെ കാണിച്ചു തരുന്നതാണ്. അതിന്റെ സീസൺ 1 എന്ന് പറഞ്ഞ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. ഹിന്ദി വെബ് സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ക്രൈം, ഡ്രാമ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. പൊളിറ്റിക്സും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഒരു സാധനം. അപ്പൊ അതിനകത്തും നമ്മൾ ഈ ചാൾസ് ശോഭരാജ് എന്നുള്ള ഒരു ക്യാരക്ടർ കണ്ടു. അപ്പൊ ഞാൻ കുറെ കൂടെ ഇൻട്രസ്റ്റഡ് ആയി. കാരണം പുള്ളിക്ക് അതിനകത്ത് മാരക സ്വാഗും കാര്യങ്ങളും ഭയങ്കര ബിൽഡപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് സീസൺ 2 വരുമ്പോൾ കൂടുതലും ചാൾസ് ശോഭരാജിനെ ഫോക്കസ് ചെയ്തായിരിക്കും. ഇതിലൊരു സൈഡ് ക്യാരക്ടർ പോലെയാണ് വന്നു പോകുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് കുറെ കൂടെ ഈ പുള്ളി ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തപ്പി. അങ്ങനെ തപ്പിപ്പോയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നെറ്റ്ഫ്ലിക്സിൽ പുള്ളിയെ വെച്ചിട്ട് തന്നെ ഒരു സീരീസ് ഉണ്ട്, ദ സർപ്പന്റ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സീരീസ്. അപ്പം ഞാൻ പിന്നെ അത് തന്നെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പുള്ളി ആരായിരുന്നു. ഈ പറയുന്ന ബിക്കിനി കില്ലർ എന്ന പേര് എങ്ങനെ കിട്ടി, ഒരു സീരിയൽ കില്ലർ ആയിരുന്നു, ഒരു കോൺ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ആ സീരീസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന ഒരു ആള്, അയാളുടെ ലൈഫിനെ പറ്റി മൊത്തം മൂവീസും സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ആക്സിഡന്റലി നെറ്റ്ഫ്ലിക്സ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഈ പറഞ്ഞ എല്ലാ സീരീസും സിനിമയും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ.